സോ ഗൈസ് നമ്മൾ ഇന്ന് ലുലു മോളിൽ പോവാണ് വിത്ത് മുനീഫ എവിടെ? ഇത് മുനീഫല്ല ഗൈസ്, ഇത് മുനീഫയുടെ ഉമ്മയാണ്. മുനീഫയുടെ ഉമ്മ ഒരു സുന്ദരിയാണ്. ഒരു ഈ വരുന്നതാണ് ഗൈസ് മുനീഫ. സോ നമുക്ക് ലുലു പോവാം ഗൈസ്. ബൈ. ഒരു നീണ്ട ബ്ലോക്കിന് ശേഷം അങ്ങനെ ഞങ്ങൾ ലുലു മോളിലേക്ക് എത്തിച്ചേർന്നു. ഗൈസ് നോക്കൂ എന്തോരം തിരക്കാണെന്ന്. അങ്ങനെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് മഴ കൂടുതൽ പെയ്യണ്ടേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ഇട്ട ലിപ്സ്റ്റിക് എല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോകുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് കയറി ചെന്ന ഉടനെ നമ്മുടെ പേസ്ട്രി സെക്ഷനിലേക്കാണ് ചെന്നത്. ലുലു ചെന്ന് ആദ്യം ഓടിച്ചെല്ലുന്ന ഒരു സെക്ഷൻ ഇതാണ്. കാരണം ഇതവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒന്നും വാങ്ങിയതിൻ്റെ കൂടെ കണ്ണിന് കുളിർമയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഹണി കേക്കും ഒരു നോർമൽ ചോക്കോ ട്രഫിളും വാങ്ങിയിട്ട് മുകളിൽ ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. ഇവിടെ എന്തോ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. വന്ന സമയം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വലിയ തിരക്കൊന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ കേക്ക് കഴിക്കാനുള്ള തത്രപ്പാടിലാണ്. കറങ്ങാൻ പോകാൻ എപ്പോഴും മുനീഫ മറിയ ഇവർ രണ്ടുപേരുമാണ് എപ്പോഴും കറങ്ങാൻ പോകുന്ന എൻ്റെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. മിക്കപ്പോഴും ഇവർ രണ്ടുപേരും ആയിരിക്കും. പിന്നെ ചില സമയം ആർദ്രാസവും പിന്നെ നമ്മുടെ ഗായത്രിയും കാണും. ബാക്കി എല്ലാവരും തിരക്കായിട്ടുണ്ട്. ഞങ്ങൾക്കെന്നും പറഞ്ഞൊരു പണിയില്ലാതെ നടക്കുന്നതല്ല. ഞങ്ങൾക്കും പണിയൊക്കെ ഉണ്ട്, ഞങ്ങൾക്കും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തി ഇങ്ങനെ കുറച്ച് സമയമൊക്കെ കറങ്ങാനൊക്കെ പോവാറുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ കുറേ നേരം പരിപാടി കണ്ട് നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇടയ്ക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഓണത്തിൻ്റെ ടൈമായിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ നല്ല നല്ല കളക്ഷനൊക്കെ കണ്ടു. പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു. എനിക്ക് ഇതിനൊന്നും ഒരു ഇതിന് 2000 ഇത്ര രൂപയായിരുന്നു. പക്ഷേ അത്ര റേറ്റ് ഉണ്ടോയെന്നൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് മുകളിൽ നോക്കി വന്നപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ നനങ്ങുന്നു. അപ്പോഴേ മനസ്സിലായത് ഇത് നല്ല രസമാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെയും വിശന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് വയറ് നിറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ മേളിൽ പോയി. അപ്പോൾ ബർഗർ വാങ്ങാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ എനിക്ക് ബർഗർ വേണ്ടാത്തതുകൊണ്ട് ഞാൻ 2 ബർഗറും മുനീഫ തന്നെയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് സ്പീഡ് ഫുഡ് കഴിക്കുന്നതാണ്. പക്ഷെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് എൻ്റെ കൂടെ ഉള്ള എല്ലാവരും ഭയങ്കര സ്പീഡാണ്. ഗായത്രി ആണെങ്കിലും ഇപ്പോൾ മറിയ ജസ്റ്റിസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സ്പീഡിനാണ് ഫുഡ് കഴിക്കുന്നത്. അതൊരു ഭയങ്കര സ്പീഡിലല്ല, സ്ലോയിലാണ് കഴിക്കുന്നത്. ഞാനാണ് സ്പീഡിൽ കഴിച്ച് തീർക്കുന്നത്. എൻ്റെ അനിയനും അതുപോലെയാണ്. ഒരു കല്യാണത്തിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുള്ളൂ സത്യം പറഞ്ഞാൽ. നമ്മൾ ലുലൂസൊക്കെ തിരിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. സോ എല്ലാവർക്കും ഇന്നത്തെ പൊട്ട വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ബൈ.